മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, കൺസ്ട്രക്ഷൻസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇത് വളരെ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ക്വാഡ്രിലാറ്ററൽസ്. നമുക്കിനി ക്വാഡ്രിലാറ്ററലാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇതിന് തന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ഒരു സൈഡ്, ഒരു 70 ഡിഗ്രി, പിന്നെ മറ്റൊരു സൈഡ് 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഒരു ഡിഗ്രി 70 തന്നിട്ടുണ്ട്, ബാക്കി 4 സൈഡ്സും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ 6 ഏറ്റവും വലുത് എടുക്കാം. നമുക്ക് ബേസ് അല്ലേ, ഏറ്റവും വലുത് 6 എടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി വലുതാക്കിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഞാൻ 70 ഡിഗ്രി, സ്കെയിൽ വലുതാക്കുന്നുണ്ട് കേട്ടോ. ഇനി 70 ഡിഗ്രി എടുത്തു, 70 ഡിഗ്രി. ഓക്കെ, ഇനി 5 സെൻറ്റിമീറ്റർ ഞാൻ എനിക്ക് എവിടെ വേണമെങ്കിലും ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ ഇവിടുന്ന് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് 3 സെൻറ്റിമീറ്ററിന്, അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഞാൻ 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഡബിൾ ചെയ്തിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പം നമുക്ക് ജോയിൻ ചെയ്താൽ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ABCD. ഓക്കെ, ഇത് 6 സെൻറ്റിമീറ്റർ, 6 യൂണിറ്റ്സ്. ഇത് 70 ഡിഗ്രി, ഇത് 5 യൂണിറ്റ്സ്, 3 യൂണിറ്റ്സ്, 4 യൂണിറ്റ്സ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ 50 ആണ്. നമുക്ക് തന്നേക്കാണ് 6 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഒരു ഡിഗ്രി 50 ഡിഗ്രി തന്നിട്ടുണ്ട്, ബാക്കി 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് റഫായിട്ടുള്ളൊരു ഫിഗർ തന്നിട്ടുണ്ട് അവർ. ഇതാ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇത് 6 വേണം, ഇവിടെ 50 വേണം, പിന്നെ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇതേപോലെ ഒരെണ്ണം നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാ 6 ഒന്ന് ഇത്രയും ചെറുതായിട്ട് വരയ്ക്കാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് കാരണം ഞാനൊന്ന് ഡബിൾ ചെയ്യണു. അപ്പോൾ ഇതാ 12 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഈ ആംഗിൾ 50 എടുക്കുകയാണ്. ഈ ആംഗിൾ 50 എടുത്തു. ഓക്കെ, 50 എടുത്തു. ഇനി ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. ഇത് 5 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ഞാൻ എന്ത് ചെയ്യുന്നു, യൂണിറ്റ്സ് ഡബിൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 10 എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വരയ്ക്കാം. ഇതാ വരച്ചു. ഇനി ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ 3 സെൻറ്റിമീറ്റർ ഇതാ ഡബിൾ ചെയ്ത് 6 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ഞാനത് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് 8 സെൻറ്റിമീറ്റർ അല്ല 4 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ഞാൻ ഡബിൾ ചെയ്ത് 8 സെൻറ്റിമീറ്റർ ആക്കി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കൂട്ടിമുട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം കൂടി ഈ ലെങ്ത്ത് ഒന്ന് എടുത്ത് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്തു. ഓക്കെ, നമുക്ക് ABCD എന്നുള്ള ക്വാഡ്രിലാറ്ററൽ കിട്ടി. അപ്പം ഇത് 6, ഇത് 50, ഇത് 5 യൂണിറ്റ്സ്, 4, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഡിഗ്രി തന്നിട്ടില്ല. 6 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്, 3, 2 ഇങ്ങനെ സൈഡ്സിൻ്റെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. ഒരു ഡയഗണൽ എന്ന് പറയുന്നത് 5 ആണെന്നും തന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത് ഡിഗ്രിക്ക് പകരം. അപ്പോൾ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ ഇതിങ്ങനെ വരച്ചു. ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ ഇപ്പോൾ ഇതിനെ 6 എടുത്തു, ഇത് 4 എടുത്തു, ഇത് 3 എടുത്തു, ഇത് 2 എടുത്താൽ ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്. ഡയഗണൽ 5 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആണ്. ഓക്കെ, അതിൻ്റെ ഡബിൾ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ 12 എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇത് 5 സെൻറ്റിമീറ്റർ. ഞാൻ ഇത് ആദ്യം വരയ്ക്കുക, കാരണം ഇനി ഏത് ഡയറക്ഷനിൽ നിന്ന് നമ്മൾ 3 മാർക്ക് ചെയ്താലും നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റില്ല, ആംഗിൾ ഇല്ലാത്ത കാരണം കൂട്ടിമുട്ടിയിട്ടൊരു പോയിന്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 3 സെൻറ്റിമീറ്റർ ഇവിടെ കേട്ടോ, ഈ 3 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 5 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. ഈ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്യാം. ഓക്കെ, 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലേ, നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുത്ത് മീറ്റ് ചെയ്യിക്കാം. ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് മീറ്റ് ചെയ്യിക്കാം. ഇനി ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് മീറ്റ് ചെയ്യിക്കാം, എടുത്ത് മീറ്റ് ചെയ്യാം. ഇനി ഇവനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഇവനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്താ കിട്ടി, ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ആംഗിൾ ഇല്ലാതെ ഡയഗണൽ വെച്ച് നമ്മൾ വരച്ചു. ഇത് 6, ഇത് ഡയഗണൽ 5, ഇത് 4, ഇത് 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ, പിന്നെ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, ഇങ്ങനെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. 2 ആംഗിൾ തന്നിട്ടുണ്ട്, 80 ഡിഗ്രിയും 120 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ട് 3 സെൻറ്റിമീറ്ററിന്, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരെണ്ണം 80, ഒരെണ്ണം 120. ഓക്കെ, 120യുടെ ഇവിടെയുള്ള ഈ ലെങ്ത്ത് 4, ഇതിൻ്റെ ഈ ലെങ്ത്ത് 5, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് 3 സെൻറ്റിമീറ്റർ ഞാൻ ഡബിൾ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് വന്നു, 6 വന്നു. ഓക്കെ, 6 വന്നു. ഇനി നമുക്ക് 8 മാർക്ക് ചെയ്യാണ്. ഇവിടെ 80 മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒന്ന് 120യും കൂടി ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, 120 മാർക്ക് ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്യാണേ. ഓക്കെ, ജോയിൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഇത് 3 സെൻറ്റിമീറ്ററിൽ നിന്ന് 80യും 120യും എടുത്ത് മാർക്ക് ചെയ്തു. ഇനി 5 സെൻറ്റിമീറ്ററാണ് ഇതേൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതേൽ 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുമ്പോൾ, ഇതിൽ 5 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ജോയിൻ ചെയ്യണം. ഇതേന്ന് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്തിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ABCD എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ കിട്ടി. ABCD. അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 80 ഡിഗ്രി, ഇതെന്താണ് 120, ഇത് 5 യൂണിറ്റ്സ്, ഇത് 4 യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോഴും നമുക്ക് 1, 2, 3, 4, 5 മെഷേഴ്സാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഇവിടെ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. 3 ആംഗിൾസാണ്, 60 ഡിഗ്രി, 80 ഡിഗ്രി, 100 ഡിഗ്രീസ്. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. അവർ ഇങ്ങനൊരു ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഈ എൻഡിൽ നിന്ന് 60, ഇതിൽ നിന്നും 80, പിന്നെ ഇത് 100ഉം ഇവിടെ 3 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം 5 സെൻറ്റിമീറ്ററാണ്. ഞാൻ എന്ത് ചെയ്തു, അതിനെ 10 സെൻറ്റിമീറ്റർ ആക്കി. ഇനി ആംഗിൾ എടുക്കുകയാണ്. ഓക്കെ, 60 ഡിഗ്രി, 60 ഡിഗ്രി എടുത്തു. പിന്നെ 80 ഡിഗ്രി, 80 ഡിഗ്രി എടുത്തു. ജോയിൻ ചെയ്യാണ്. ഓക്കെ, ജോയിൻ ചെയ്തു. ഇനി ഇവിടെ നിന്ന് 3 കണ്ടോ, ഇവിടെ നിന്ന് 3, ദാറ്റ് മീൻസ് നമ്മൾ ഡബിൾ ചെയ്തു. അപ്പോൾ 6. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തു. ഇനി ഇവിടെ കട്ട് ചെയ്യാൻ ഈ മെഷറില്ല, പകരം ഇവിടെ 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോയിൻറ്റിൽ നിന്നും കറക്റ്റായിട്ട് എടുത്തിട്ട് 100 ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, 100 അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പോയിൻറ്റിൽ നിന്നും 100നെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ജോയിൻ ചെയ്തു. അപ്പോൾ ABCD
ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 60 ഡിഗ്രി, ഇത് 80 ഡിഗ്രി, ഇത് 100. ഓക്കെ, അപ്പോൾ ABCD എന്നുള്ള ക്വാഡ്രിലാറ്ററൽ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 7 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഡയഗണൽസും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, 2 ഡയഗണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് 8 സെൻറ്റിമീറ്ററും ഒന്ന് 6 സെൻറ്റിമീറ്ററുമാണ് നമുക്ക് തന്നേക്കുന്ന ഡയഗണൽസ്. ഇത് 7, ഇത് 4, ഇത് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നു, 7 സെൻറ്റിമീറ്റർ വരച്ചു. 7 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. ഓക്കെ, ഈ ലെങ്ത്ത് 6 അല്ല, ഈ ലെങ്ത്ത് 8. ഈ ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററും ഈ ലെങ്ത്താണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം 8 സെൻറ്റിമീറ്റർ ഒരു ഡയഗണൽ ലെങ്ത്ത് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുകയാണ്, ഈ എൻഡിൽ നിന്ന് കേട്ടോ. ഈ എൻഡിൽ നിന്നാണ് കട്ട് ചെയ്തത്. കാരണം ഇനി ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുക്കുക. ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുത്താൽ ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്തു. ഓക്കെ, ഇനി ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ എടുക്കാം. ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയഗണലിലെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. ആ 6 സെൻറ്റിമീറ്റർ അതിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് കിട്ടി. അപ്പോൾ ആ പോയിൻറ്റും ഇതും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. ABCD. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്? റോംബസ്, പാരലോഗ്രാം, ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം, സാധാരണ സിമ്പിൾ ക്വാഡ്രിലാറ്ററൽസ് എല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാം ചെയ്തത് സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ്. വീണ്ടും പറയാണ്, നിങ്ങളത് പെൻസിൽ ഉപയോഗിച്ച് കറക്റ്റ് സ്കെയിലെടുത്ത് നിങ്ങളത് ചെയ്യുക. ഇത് ചെറിയ വീഡിയോ ആണ്, വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. ഏറ്റവും എളുപ്പമാണ് ലാസ്റ്റ് എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.